കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോൾ തൃശൂരിലും ബി.ജെ.പി. സുരേഷ് ഗോപി ജയിച്ചത് ഇത്തരത്തിലുള്ള അട്ടിമറികളിലൂടെ എന്നുള്ള ആരോപണം അതിശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം CPI നേതാവ് സുനിൽകുമാർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസും അതേ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ ഒരു വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപിയും കുടുംബവും സഹോദര കുടുംബവും ഒക്കെ തൃശ്ശൂരിലേക്ക് അഡ്രസ്സ് മാറ്റുകയും അതുപോലെ തന്നെ അവിടെ ഭാരത് ഹെറിറ്റേജ് എന്നുള്ള ഒരു അഡ്രസ്സൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് അവിടെയാണ് ഇങ്ങനെ വോട്ട് അങ്ങോട്ട് ചേർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീട് ബോംബെ ബേസ്ഡായ ഒരു കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്തതെന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു നിൽക്കുന്നത്. അജിം സർ, അപ്പോൾ കേരളത്തിലും BJPയുടെ ഈ ഒരു ടാക്ടിക്സ് ഫലം കണ്ടിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് നമ്മൾ? അങ്ങനെ BJPയുടെ ടാക്ടിക്സ് ഫലം കണ്ടാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിവൊന്നുമില്ല. വോട്ടർ പട്ടികയിൽ അങ്ങനെ കൂടുതലായി ചേർക്കപ്പെട്ട സ്പെസിമെൻ നമ്മുടെ മുമ്പിലില്ല. ആകെയുള്ളത് സുരേഷ് ഗോപിയും കുടുംബവും അവിടെ വോട്ട് ചേർത്താണ്. അതിന് തെരഞ്ഞെടുപ്പിന് ശേഷം അവരവിടെ നിന്ന് പോയി. ഇപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമില്ല, വേറെ ഒരു സ്ഥാപനം ആ വീട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു സ്പെസിമെനായിട്ട് ഇന്ന് DCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. പക്ഷേ നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വഴി വോട്ട് ചോരി, BJP ജയിക്കുന്നു എന്ന ആരോപണം. ആ ആരോപണം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുതെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി BJP അധികാരത്തിലേറുകയല്ല. അങ്ങനെ ആകുമ്പോൾ പിടിക്കപ്പെടും, അത് വളരെ പെട്ടെന്ന് പിടിക്കപ്പെടും. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകളിലേക്ക് നീങ്ങുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞു, 2023 അവസാനം ഈ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് നമ്മളവിടെ ചെന്നിട്ട് ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ഒരാൾ പോലും ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ഇനി അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഈവൻ BJPക്ക് വോട്ട് ചെയ്യുന്ന BJPയുടെ സ്ട്രോങ് അവർ പോലും കടുത്ത അസംതൃപ്തിയാണ് അതിനെതിരെ പറയുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും അടുത്ത തവണ വേറെ ഏതോ പാർട്ടി വരും എന്ന് തോന്നും. പക്ഷേ ജയിക്കുന്നത് BJP തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടും, ജനങ്ങൾ ഈ സർക്കാർ മാറുന്ന ആഗ്രഹിക്കുമ്പോൾ പോലും BJP ജയിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ടുള്ള വികാരങ്ങളും BJP ജയിക്കുന്നത് വെച്ചാൽ, ഒന്ന് ഒരു നറേറ്റീവ് അതിന് സൃഷ്ടിക്കും. അതായത് ആ പാർട്ടി ജയിക്കാൻ ഇന്ന പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ കൂടുതൽ പേര് വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വോട്ടർ പട്ടിക ആവട്ടെ, അല്ലെങ്കിൽ EVMലെ ക്രമക്കേടുകളാവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ജനവിധി സൃഷ്ടിച്ചെടുക്കപ്പെടുന്നു എന്നാണ് ഇത് മൊത്തം കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഉദാഹരണം എടുക്കാം. തൃശ്ശൂർ ഈ 50,000-ലധികം വോട്ടുകൾ കൃത്രിമമായി മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ വന്ന് ചേർത്തു എന്ന ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് TN പ്രതാപനാണ്. TN പ്രതാപൻ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ട് അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. കാരണം കോൺഗ്രസ് അവിടെ തോറ്റുപോയി എങ്കിൽ പോലും അവരത് പിന്നീട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ VS സുനിൽകുമാർ മുമ്പ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി, അത് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമായിരുന്നാണ് VS സുനിൽകുമാർ മുമ്പ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ സുനിൽകുമാർ എന്ത് പറയുന്നു, ഈ രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്ത കാര്യങ്ങൾ തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് TN പ്രതാപൻ്റെ വാദത്തെ ശരിവെക്കുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് വന്നിട്ട് ഒരു ഉദാഹരണം, അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഉദാഹരണത്തിന് മുമ്പോട്ട് വയ്ക്കുന്നു. ഇതാണ് ഉള്ളത്. നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ ഞാൻ മുമ്പ് പറഞ്ഞ സെനാരിയോയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് കൂട്ടി അയച്ചു നോക്കുക. ഇപ്പോൾ തൃശ്ശൂർ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് 50,000 വോട്ടുകൾ ആളൊഴിഞ്ഞ ഫ്ലാറ്റുകളുടെ അഡ്രസ്സിൽ അവിടെ ചേർത്തിട്ടുണ്ടെന്നുള്ള ആരോപണം ശരിയാണെന്ന് വയ്ക്കുക. അങ്ങനെ മാത്രം ജയിച്ചിരുന്നെങ്കിൽ അതിലൊരു സംശയം തോന്നുമായിരുന്നു. ആ സംശയം തോന്നാതിരിക്കാൻ എന്ത് വേണം? അവിടെ സുരേഷ് ഗോപി വിജയിക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റീസൺ വേണം. എന്തായിരുന്നു ആ റീസൺ? അതിന് പൂരം കലങ്ങണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കി എന്നാൽ ഈ തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന ആളുകൾ തീരുമാനിച്ചുകൊണ്ടല്ല സുരേഷ് ഗോപി ജയിക്കുന്നത്. അതായത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കാൻ പാകത്തിന് അവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടന്നിരിക്കുന്നു എന്ന് ആ മണ്ഡലത്തിലുള്ളവരെയും പുറത്തുള്ള രാഷ്ട്രീയ ലോകത്തെയും വിശ്വസിപ്പിക്കാൻ ഉതകുന്ന ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് അവിടെ സംഭവിച്ചു. അതെന്താണ്? തൃശ്ശൂർ പൂരം കലങ്ങി. അത് നമ്മൾ ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? അത് പെഹൽഗാം അറ്റാക്കായിരിക്കാം, അതിൽ ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കാം, അല്ലെങ്കിൽ പുൽവാമ അറ്റാക്കിന് ശേഷമുള്ള നടപടികളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു അല്ലെങ്കിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതായിരിക്കാം. അങ്ങനെ പല പൊളിറ്റിക്കൽ ഇവൻ്റ് രാജ്യത്ത് നടക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇവൻറ്റിൻ്റെ പേരിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? സർക്കാരിന് വോട്ട് ചെയ്യുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പ്രതീതി സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നു. ഇതിനെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോൾ EVM ഹാക്ക് ചെയ്യുന്നതുകൊണ്ടാണോ ജയിക്കുന്നത്? അല്ല. EVM ഹാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, EVM ഹാക്ക് നടക്കുന്നുണ്ടാവും. EVM ഹാക്ക് ചെയ്യുന്നതാണോ? ഇനി അതല്ല,
നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ള 20 ലക്ഷത്തോളം EVM ഉണ്ട്. ആ EVM മറ്റാരുടെയെങ്കിലും കയ്യിലാണോ? വോട്ട് ചെയ്യപ്പെട്ട EVM മാറ്റി വേറെ EVM കൊണ്ടുവന്ന് വയ്ക്കുന്നതാണോ? എങ്ങനെയാണ് വോട്ടെണ്ണുമ്പോൾ തുറക്കുന്ന EVM മെഷീനുകളിൽ 99% ബാറ്ററി ആണെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അതായത് ഒരു ഓൾ ഡേ ലോങ് പോൾ ചെയ്യപ്പെട്ടൊരു ഒരു സിസ്റ്റം അത് ഓഫ് ചെയ്ത് സീൽ ചെയ്ത് വയ്ക്കുന്നു. വീണ്ടും അത് എടുക്കുമ്പോൾ അതിൽ 99% ചാർജ് കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം മിസ്ലിങ്സ് ഈ ആരോപണങ്ങളിലുണ്ട്. അപ്പോൾ EVM ഹാക്ക് ചെയ്തിട്ടാണോ അതല്ല വേറെ EVM കൊണ്ടുവന്ന് വെച്ചിട്ടാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമ വോട്ട് ചേർത്ത എല്ലാവരും ഇപ്പോൾ 50,000 പേര് തൃശ്ശൂർ വോട്ട് ചേർക്കപ്പെട്ടു എന്നിരിക്കട്ടെ. ഈ 50,000 പേരും തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയോ? അങ്ങനെ വോട്ട് ചെയ്യുന്നതാണോ? അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന 1 ലക്ഷത്തിലധികം ഒരു മണ്ഡലത്തിലെ കള്ളവോട്ടുകൾ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ 40 ലക്ഷത്തിലധികം അധിക വോട്ടർമാർ ഇവരൊക്കെ വന്ന് വോട്ട് ചെയ്തോ? അതല്ല ഇവർക്കൊക്കെ വേണ്ടി വേറെ ആരും വോട്ട് ചെയ്തോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ഇവൻ്റ് ആണെങ്കിൽ തൃശ്ശൂരും അത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ന്യായമായി സംശയിക്കാം. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ ആക്ഷേപം ആവർത്തിച്ചിരിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അവിടെ വളരെ എന്താ പറയുക ഡെഫനിങ് സൈലൻസ് ഉണ്ട് തൃശ്ശൂരിൽ. അത് CPM-ൻ്റെ ഭാഗത്താണ്. CPM ഇന്നുവരെ ഈ ആരോപണം ഏറ്റെടുക്കുകയോ പൂരം കലങ്ങി എന്ന് പോലും സംഭവിച്ചിട്ടില്ല. പൂരം കലക്കാൻ ശ്രമം നടന്നു എന്നേ CPM പറഞ്ഞിട്ടുള്ളൂ, കലങ്ങി എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല അതേക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ആ അന്വേഷണം നടക്കാൻ വേണ്ടി CPI എത്ര പാടുപെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊരു CPI ഒരു ഏരിയയാണ്. പക്ഷേ CPIക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, CPIക്ക് തെളിവ് കൊടുക്കാൻ കഴിയുന്നില്ല. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ അതേ അവസ്ഥയിലാണ് തൃശ്ശൂർ CPI. കാരണം CPI എന്ന് പറയുന്നത് അവിടെ ദുർബലമായൊരു പാർട്ടിയാണ്. അവിടെ CPM ആണ് പ്രധാന. തൃശ്ശൂരിൽ CPM തന്നെയാണ് വലിയ ശക്തി. അപ്പോൾ വോട്ടർ പട്ടികയുടെ കൈകാര്യം അതുപോലെ മറ്റു കാര്യങ്ങൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് CPM ആണ് CPIക്ക് വേണ്ടി നടത്തുന്നത്. അപ്പോൾ CPM പറയുന്നു അവിടെ അട്ടിമറി ഉണ്ടായിട്ടില്ല, സുരേഷ് ഗോപി അട്ടിമറിയുടെ അല്ല ജയിച്ചത്, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ്സുകാർ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും എഴുന്നിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതാണ് എന്ന് വാദിക്കുന്നതിലുണ്ടാകുന്നൊരു പ്രശ്നം ഈ ആരോപണങ്ങൾ വീണ്ടും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയത്തിൽ CPM-ന് ഉറച്ചൊരു നിലപാടില്ല. അങ്ങനെ സംഭവിച്ചു എന്ന നിലപാടില്ല. ഇന്നലെ MA ബേബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. തൊട്ടുടനെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന വന്നു. പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ അലിഗേഷനെ കുറിച്ചല്ല, പക്ഷേ ഈ ബീഹാറിലെ SIR പ്രോസസ്സിനെ കുറിച്ചാണ് പോളിറ്റ് ബ്യൂറോയുടെ ആക്ഷേപം. ഇവിടെ തന്നെ നോക്കുക. അപ്പോൾ തൃശ്ശൂരിൽ VS സുനിൽകുമാർ ഇത് പറഞ്ഞു. VS സുനിൽകുമാർ പറഞ്ഞിട്ട് CPM-ൽ നിന്ന് എന്തെങ്കിലും അതിന് പിന്തുണയുണ്ടാകും ഇല്ല. ഇന്ന് കോൺഗ്രസ് വരേണ്ടി വന്നു, DCC പ്രസിഡന്റ് വരേണ്ടി വന്നു ആ വാദം ആവർത്തിക്കാൻ വേണ്ടി. അപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കപ്പെടണമെങ്കിൽ ആദ്യം CPM തീരുമാനിക്കണം. CPM-നോട് ബോധ്യപ്പെടണം എന്ത് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു അട്ടിമറി, ഈ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്ന പോലത്തെ ഒരു അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 50,000 വോട്ടുകൾ കൂടുതലായി ചേർത്തു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആ ചേർക്കപ്പെട്ട അഡ്രസ്സുകളെല്ലാം തൃശ്ശൂർ നഗരസഭാ അതിർത്തിയിലാണ്. നഗരസഭാ അതിർത്തിയിൽ അങ്ങനെ വോട്ട് ചേർക്കണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണം? ഒന്ന് നഗരസഭാ മേയറുടെ സഹായം വേണം. നഗരസഭാ മേയറെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം ഓർക്കുന്നുണ്ടോ? സുരേഷ് ഗോപിയെ പരസ്യമായി പുകഴ്ത്തിയ ഒരാളാണ്, അയാൾ LDF സ്വതന്ത്രനാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, VS സുനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അന്നത്തെ ജില്ലാ കളക്ടർ, ആ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പോയത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അയാളിപ്പോൾ JDU ഭരിക്കുന്നൊരു മിനിസ്ട്രിയുടെ ഡയറക്ടറാണ്, പഞ്ചായത്ത് രാജ് മിനിസ്റ്ററുടെ ഡയറക്ടറാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ കളക്ടറുടെ അടുത്ത് VS സുനിൽകുമാർ തന്നെ പരാതിപ്പെട്ടിരുന്നു, ഇങ്ങനെ വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നാണ് സുനിൽകുമാറിൻ്റെ ആരോപണം. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഒരു ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിലും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെസിമെനാണ് തൃശ്ശൂർ നമ്മൾ കണ്ടതെന്നാണ്. നിഷാദിനെങ്ങനെയാ ഈ ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ പറഞ്ഞതുപോലെ അജിംസി സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സംശയവും ആരോപണവും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഉണ്ടായല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP വ്യാപകമായി വോട്ട് ചേർക്കുന്ന ആരോപണം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് വലിയ തോതിൽ ഏറ്റെടുക്കപ്പെട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും CPI അടക്കമുള്ള കക്ഷികൾ ഈ പ്രശ്നം ഉയർത്തുകയും ചെയ്തു. അന്നും ഇതിന് വലിയ സ്വീകാര്യത കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് നടക്കുന്ന പണിയാണെന്നും രാജ്യമൊട്ടാകെ തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ നടത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കുമ്പോഴാണ് ഇതിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഇൻ ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. അത് പ്രധാന കാര്യമാണ്. രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുകയല്ല അവർ ചെയ്യുന്നത്, അട്ടിമറി നടത്തുന്നവർ നടത്തുന്നത്. മറിച്ച് ഒരു മണ്ഡലത്തിലെ ഒരു സംസ്ഥാനത്തെ ഭൂരിപക്ഷത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ചില പ്രത്യേക പോയിന്റുകൾ മാത്രം തിരഞ്ഞെടുക്കുകയും അവരെ മാത്രം പണിയെടുക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുക. അതിൽ തന്നെ ഈ നാരോ എഡ്ജിൽ വിജയിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് മാത്രം മാർക്ക് ചെയ്യുകയും അവിടെ മാത്രം പണിയെടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളിടത്തെല്ലാം സാധാരണ പോരാട്ടം നടക്കും. പക്ഷേ ചില പ്രത്യേക കേന്ദ്രങ്ങൾ, അതാണ് നമ്മൾ കണ്ടത്. ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഒരൊറ്റ മണ്ഡലമുണ്ട്, മഹാദേവപുരം. അവിടെ മാത്രം കൃത്യമായി പണിയെടുക്കുന്നു. അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു അസംബ്ലി സെക്ഷനിൽ ഒരു മണ്ഡലത്തിൽ കിട്ടുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പണിയെടുത്തത് നമ്മൾ കണ്ടു. ഒരു 70 വയസ്സായ ഒരു സ്ത്രീ, അവർ 3 തവണയാണ്
ഫോം 6 ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായി വോട്ട് ചേർക്കാനുള്ള സാധനമാണ് ഫോം 6. അത് ഒരു തവണയെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇവർ 3 തവണ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ 40-50 പേരും താമസിക്കുന്ന ഒറ്റമുറി വീട്, അവിടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഇന്ത്യ ടുഡേ ചാനൽ അവിടെ പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊന്നും അവിടെ താമസിക്കുന്നത് കാണുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള അട്ടിമറികൾ ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നടത്തുക. ആ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൻ്റെ, ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആകെ വിധി നിർണ്ണയിക്കാവുന്ന ഒരു പ്ലാനാണ്. അതവർ ഇന്ത്യയിൽ പല മണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ടാവണം. ഡിജിറ്റൽ കോപ്പി ഞങ്ങൾക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കിട്ടിയാൽ രാജ്യത്താകമാനമുള്ള മണ്ഡലങ്ങളിലെ വിധിയെ ഞങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത്. കൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവരെൻ്റെ CCTV ഫുട്ടേജസ് കൊടുക്കാൻ തയ്യാറല്ല. ഒരു നിലയ്ക്കുള്ള പരിശോധനയ്ക്കും ഇലക്ഷൻ കമ്മീഷൻ ഓപ്പൺ അല്ല എന്ന് കാണുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ നടത്തുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ 2019 BJP വിജയിച്ചതിന് ശേഷം അശോക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഒരു സബ്യസാജി ദാസ് അദ്ദേഹം ഒരു പഠനം പുറത്തിറക്കുന്നുണ്ട്. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് BJP സമാനമായ പണി 2019 എടുക്കുന്നുണ്ടെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി തള്ളി പറഞ്ഞു. ഗവൺമെൻറ് അദ്ദേഹത്തെ വേട്ടയാടി. 2023 ആയപ്പോൾ അദ്ദേഹത്തിന് അശോക യൂണിവേഴ്സിറ്റിയിലെ പണി നിർത്തി പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലം, അവിടെ എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അവിടെ മുസ്ലിങ്ങളെ പരമാവധി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടാനുള്ള പണി നടത്തുന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് 5 മണിയോട് അടുക്കുമ്പോൾ ചില ബൂത്തുകളിൽ മാത്രമായി വലിയ തോതിൽ വോട്ടർ ടേൺ ഔട്ട് കൂടും. ആ ചില ബൂത്തുകളിൽ, ചില മണ്ഡലങ്ങളിൽ, ആ മണ്ഡലങ്ങളിലെ അവസാനത്തെ വിധിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയിച്ചിരിക്കുന്നത് BJP ആണ്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ നിരീക്ഷകരായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായും പങ്കെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും BJP ജയിച്ചിട്ടുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകൾ വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പഠനത്തിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെയും കുറേ സംഗതികൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ള ക്രമക്കേട്, ഈ ഡ്യൂപ്ലിക്കേഷൻ, വിലാസ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠനം. പക്ഷേ അന്ന് 2019 പുൽവാമ, അതിനുശേഷം ഉണ്ടായ, നേരത്തെ അജിംസ് പറഞ്ഞ ഒരു വൈകാരിക അന്തരീക്ഷം രാജ്യത്തുണ്ടായിരുന്നു. അതിനുശേഷമുള്ള വിജയത്തിനകത്ത് ഇത്തരം ക്രമക്കേടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും നടന്നില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. രാജ്യത്ത് പലയിടത്തായി പല പ്രത്യേക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഓപ്പറേഷൻ നടത്തുകയും വിജയിക്കുകയും ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞ ഈ സബ്യസാജി ദാസിൻ്റെ പഠനത്തിനകത്ത് ഒരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, അത് നമുക്ക് ഇവിടേക്ക് കൂടി കൊണ്ടുവരാവുന്നൊരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഈ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള അധികാരസ്ഥാനീയരായിട്ടുള്ള തെരഞ്ഞെടുപ്പിനകത്ത് ക്രമക്കേട് നടന്നുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനകത്ത് അന്വേഷണം നടത്തുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഒന്നും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചാൽ അതിന്മേൽ അന്വേഷണം നടക്കുക, ഉദ്യോഗസ്ഥർ അക്കൗണ്ടബിൾ ആവുകയും ചെയ്യില്ല. പക്ഷേ ഇവിടെ വേണ്ടേ? അതാണ് മൗലികമായ ചോദ്യം. അതായത് ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ട്, അവർ കേന്ദ്ര താല്പര്യത്തിൻ്റെ വാഹകരാകുന്നു എന്ന പ്രശ്നം ഉന്നയിച്ച് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ അടക്കമുള്ള ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചില്ല എന്ന് ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന കക്ഷിയായ CPIക്ക് ആരോപണമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. സർക്കാരിനുള്ള ഉദ്യോഗസ്ഥർ ഇത് കണ്ടുനിന്നോ? ഈ പറയുന്ന BLOമാർ ഇതെല്ലാം ഈ വോട്ട് ചേർത്തപ്പോൾ അവർ എന്ത് ചെയ്യുകയായിരുന്നു? അന്വേഷണ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത് പരിശോധിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുകയാണോ? ഇത് ഗവൺമെൻറ് ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അന്വേഷണം നടത്താൻ കഴിയുന്ന ഒരു, നമുക്ക് ബീഹാറിൽ പോയിട്ടോ മധ്യപ്രദേശിൽ പോയിട്ടോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയിട്ടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാൻ കഴിയില്ല. അന്വേഷണം നടത്തില്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഹോപ്പ് എന്നാണ്, ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരാണ്. ആ സർക്കാരിന് കീഴിൽ ഇതിനകത്ത് പരിശോധന നടത്താൻ അവർക്ക് കഴിയും. ആ പരിശോധനയിലേക്ക് പോകാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ഈ ചോദ്യം ആണ് സർക്കാരിൻ്റെ മുമ്പിലേക്ക് വെക്കപ്പെടേണ്ട ചോദ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ അജിംസ് പറഞ്ഞത് അതിനകത്ത് ഗവൺമെൻറ് പൂർണ്ണതയിൽ അതിനെ ഏറ്റെടുക്കാത്തത് നിർഭാഗ്യകരമായ കാര്യമാണ്. BJP എന്ന് പറയുന്ന കക്ഷി അങ്ങനെ കത്തോലിക്ക സഭയെ ആകെ പ്രീണിപ്പിച്ചുകൊണ്ടും പൂരം കലക്കിക്കൊണ്ടും സുരേഷ് ഗോപി 2 വർഷക്കാലം ഗ്രൗണ്ടിലിറങ്ങി നിറഞ്ഞെന്ന് പ്രവർത്തിച്ചുകൊണ്ടും വിജയിച്ചതാണെന്ന് നിഷ്കളങ്കമായി നമ്മൾ മഹാഭൂരിപക്ഷം പേരും വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല BJPയുടെ വിജയം, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ അതിനകത്തുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിജയത്തെക്കുറിച്ചുള്ള ഒരു പുനരന്വേഷണം അനിവാര്യമായ ഘട്ടത്തിലാണ്. അതിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് നാം ഉറ്റുനോക്കേണ്ടതെന്ന് ഞാൻ പറയും. അതേ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പുറത്തോട്ട് വരുന്നത്, വെളിപ്പെടുന്നത്. അപ്പോൾ അതിൽ കൃത്യമായൊരു അന്വേഷണം അത് വളരെ അത്യാവശ്യമാണ്.